AP വിഭാഗത്തിൻ്റെ അജണ്ട നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരാളാണ് യൂട്യൂബർ മൗലവിയായ റോസ്റ്റ് മൗലവി, സാക്ഷാൽ അൻസാരി സുഹരി. അയാൾ പിന്നെ നമ്മളായിട്ട് ചെറുതായിട്ടൊന്നിട്ട് വന്നത്. ഏതായാലും നമ്മളെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ ശൈലി എന്ന് പറഞ്ഞല്ലോ, തുടങ്ങരുത്, തുടങ്ങിയാൽ മുടങ്ങരുത്. ഇങ്ങോട്ട് എരന്ന് വന്നാൽ അവരെ നമ്മൾ വെറുതെ വിടൂല. അവരെ നമ്മൾ കയ്യ നിറച്ച് പള്ള നിറച്ച് പിന്നെ കുറച്ച് സുഭിക്ഷമാക്കിയിട്ടാണ് നമ്മൾ വിടാറുള്ളത്. അമ്മസായില ഫലാ തൻഹർ, ചോദിച്ച ആൾക്കാരെ നിരാശപ്പെടുത്തി അവരോട് ഒന്നും കൊടുക്കാതെ തിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അത് നമുക്ക് പറ്റൂല. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ മഹാന്മാരെ മഹത്വം പറയുമ്പോൾ അതുകൊണ്ട് ആളുകൾ പഴച്ചു പോകുന്നു. അത് ആ വ്യക്തി മനസ്സിലാക്കണം. ഇപ്പോൾ അയാൾ പണ്ടത്തെ ഊക്കൊക്കെ നിൽക്കണം. ഇപ്പോൾ ഒന്നുമില്ല, എന്തൊക്കെ പറഞ്ഞു വന്നതാ, ഇപ്പം അതൊന്നുമില്ല. ഇപ്പോൾ വളരെ ശാന്തനാണ്, സൗമ്യനാണ്. പക്ഷെ അങ്ങനെ വിടാൻ പറ്റൂലല്ലോ. നമുക്ക് ആ വിഷയങ്ങൾ, ഇത് നമുക്ക് വ്യക്തിപരമായ പ്രശ്നമല്ല, നമ്മളെ ദീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മിഅ്റാജ് സംഭവം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മിഅ്റാജ് അതുണ്ടായപ്പോൾ വിശ്വസിച്ചു എന്ന് പറയപ്പെടുന്ന ആളുകളിൽ നിന്ന് തന്നെ 200ഓളം ആളുകൾ മുർത്തദ്ദായി. 200ഓളം ആളുകൾ മിഅ്റാജ് വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അങ്ങനെ പുറത്തുപോയി എന്ന് കരുതിയിട്ട് മിഅ്റാജിന്റെ വിഷയം പറയാതിരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ ഈമാന് കുറ്റിയുറപ്പുള്ളവർ അവിടെ ഉറച്ചു നിൽക്കും. കുറ്റി ആടിക്കൊണ്ടിരിക്കുന്ന കുറ്റിയാടിക്കാരുണ്ടല്ലോ, അവരങ്ങനെ ആടി അങ്ങോട്ട് പോവുകയും ചെയ്യും. ഇവിടെ കുറ്റിയുറപ്പുള്ളത് മതി. റസൂലുള്ളാഹിയുടെ മിഅ്റാജ് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ആളുകൾ വിശ്വസിച്ചു എന്ന് പറയുന്ന ആൾക്കാർ ഇതൊന്നും അത് ആൾക്കാരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലല്ലേ പറയാവൂ എന്ന് പറഞ്ഞിട്ട് പോണവരും ഓനോട് പോട്ടേന്ന് വെക്കുക എന്നല്ലാതെ ഹബീബരായ തങ്ങളെ ഇസ്രാ മിഅ്റാജ് പറയാതിരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. മൂസാ നബി വടിയിട്ടപ്പോൾ പാമ്പായ വിഷയം പറയാതിരിക്കാൻ പറ്റുമോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ഹയാത്താക്കിയ സംഭവം പറയാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ പറഞ്ഞിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാർ മതി. അല്ലാത്തവർക്ക് അവരുടെ വഴി നോക്കി പോകാം. ഇതാണ് ദീനിന്റെ അടിസ്ഥാനം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇവണ്ടിപ്പോ ഒരു പുതിയ ഉടായിപ്പായിട്ട് വന്നിക്കണം. എന്താണ്? 1000ഓളം വരുന്ന ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു ഉസ്താദിന്റെ മകൻ, സുബഹിക്ക് വാപ്പയുടെ കയ്യും പിടിച്ച് പള്ളിയിൽ പോയിരുന്നൊരു കുട്ടി. ആ കുട്ടി അതാ മടവൂർ ശൈഖുനായെ കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടിട്ട്, അത് പറയുന്നത് കേട്ടിട്ട് അവർ ഇപ്പോൾ നിസ്കാരമില്ല, 6 ആഴ്ചയായിട്ട് നിസ്കാരമില്ല എന്നാണ് പറയുന്നത്. ഈ 6 ആഴ്ചയായിട്ട് നിസ്കാരമില്ല. ചെങ്ങായി, ഞങ്ങളിത് 2013 തുടങ്ങിയത്. ഏതടുപ്പിന്ന് എണീറ്റ് വരുന്നത്? ഓനക്ക് 6 ആഴ്ചയായിട്ടുള്ളൂ. എന്നിട്ടോ ഈ പ്രശ്നമായ കുട്ടീനെ വിടണത് എവിടുക്ക? രോഗം മാറാൻ വിടേണ്ടത് എവിടുക്ക? അതിന് പറ്റുന്നിടത്തേക്കല്ലേ. ഇത് ഭ്രാന്താലയത്തിലേക്കാ വിടണത്. ഇത് എവിടുക്കാ വിടണത്? ഇവന്റെ അടുത്തേക്ക്. നല്ല രസം ഉണ്ടാവില്ലേ? സങ്കടത്തിന് ഹരിച്ചു കൊടുത്ത മഹാസങ്കടം വിധി വരിക എന്ന് പറഞ്ഞ മാതിരി ഇവന്റെ അടുത്തേക്ക് പറഞ്ഞ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത്? എടോ, അങ്ങനെ 1000ഓളം വരുന്ന മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു വാപ്പാടെ മകനാണെങ്കിൽ ആ വാപ്പ അതിന് പറ്റിയ സ്ഥലത്തേക്ക്, അത് ഏതായിരിക്കും ആ വാപ്പ? അല്ലെ, നമുക്കിപ്പോ അതാ തിരിയത്ത് ഉള്ളതാണ്. അല്ലാഹു അഅലം, ബനല്ലേ ആള്. അപ്പൊ ഇനി സങ്കല്പിക്കുക, വൈൻ സുല്ലിമ ഓന്റെ വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുത്താൽ തന്നെ ഞങ്ങൾ ചോദിക്കട്ടെ, അങ്ങനെ ഉണ്ടായാൽ അപ്പാണ്ട് മടവൂര് ശൈഖുനാടെ മഹത്വം പറയുമ്പോഴത്തേന് 6 ആഴ്ചയായിട്ട് പള്ളി പോവാതിരിക്കല? ഇതൊക്കെ വെറുതെ ഉടായിപ്പല്ലേ? എന്നിട്ട് അതിന് പറയുന്നത് എന്താ? അവനക്കൊന്നും പറയാല്ല. ആശയ ദാരിദ്ര്യം ഇവനെ നന്നായി വേട്ടയാടുന്നുണ്ട്. ഇവൻ വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. ആദർശ ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂപ്പരെന്നിട്ട് പറയുന്നത് എന്താ? ഇതുപോലുള്ള ആൾക്കാരെ കൊണ്ടാണ്, ഇങ്ങനെയുള്ള ഹയവാമാരെ പ്രസംഗം കേട്ടിട്ടാണ് പോയത്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഹിദായത്ത് പോയി മുർത്തദ്ദായത്. അത് മൂപ്പരൊന്ന് പറഞ്ഞോട്ടെ, വെച്ചുകൊടുക്കുവാൻ. അൻസാരി സുഹരി വഹാബിയാവുമോ, വഹാബിസ്റ്റിലേക്ക് പോകും? നിങ്ങൾ എൻ്റെ കാര്യത്തിൽ നിങ്ങളാരും ആശങ്കപ്പെടേണ്ട. വ്യാപകമായിട്ട് ചെറുപ്പക്കാരായ ആളുകൾ അള്ളാഹുവിൻ്റെ ദീൻ വിട്ട് മുർത്തദ്ദാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. എന്തേ കാരണം? അതിന് ഹേതുവാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഹയവാനെ പോലുള്ളവന്മാരുടെ പ്രസംഗമാണ് എൻ്റെ പ്രധാനപ്പെട്ട ഈ ചെക്കന്മാരുടെ ഹൃദയത്തിൽ സംശയം ഉണ്ടാക്കുന്നത്. എന്നാലും ചോദിക്കേ, കണ്ടോ, ഇപ്പൊ മൂപ്പർക്ക് പേര് പറയാനൊന്നും ധൈര്യമല്ല. പണ്ട് എന്താ ചീനമുളകായിരുന്നു. പണ്ട് എന്ത് കിണാപ്പാടാ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിരുന്ന ആളാ. പിന്നെ പേരൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്ന ആളാ. അപ്പൊ അതൊന്നുമില്ല.
പാവട്ടോ മൂപ്പര് ഏതാണോ ആ ആളല്ലതില്ലേ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആഹാ മൂപ്പരിപ്പ് പറയുന്നത് എന്താ, ഇതുപോലുള്ള ഹയവാമാര പ്രസംഗാണ്. നമ്മൾ ഇവന്റെ ഈ കപട മുഖം സമൂഹത്തിൽ കൃത്യമായിട്ട് പൊളിച്ചെഴുത്ത് നടത്തിയപ്പോ 4 ഭാഗത്തു നിന്നും ഇവന്റെ ഈ വഹാബി വൽക്കരണത്തിനെതിരെ, ഈ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന ഇവന്റെ ഈ വേലക്കെതിരെ ഇതെല്ലാവരും ഇങ്ങനെ പൂച്ചക്കാരും മണികെട്ടും നോക്കിയിട്ട് കയറുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മേപ്പെട്ട് നോക്കിയ ആകാശം, താഴത്ത് നോക്കിയ ഭൂമി, ഞങ്ങളെ മുന്നിൽ ഞങ്ങളെ മശായിഖന്മാരും മാത്രം. ഞങ്ങൾക്ക് ഒരുത്തനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറയേണ്ടത് പറയും. വലൗകാന ആരൻ ഔ എവനൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എത്ര വലിയ ശുചായികളാണെങ്കിലും ദീന് തൊട്ടാൽ അവിടെ ഞങ്ങൾ ഇടപെട്ടിരിക്കും. ഞങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങിയത് ഇതാ വരുന്നു 4 ഭാഗത്തുനിന്നും ഇവന്റെ ഈ പ്രസ്ഥാനത്തിന്റെ ആളാന്ന് പറഞ്ഞ ആ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് തന്നെ രംഗത്ത് വരികയാണ്. ഇപ്പൊ നമ്മള് ഇത് പറഞ്ഞതിന്റെ പേരിൽ യഥാർത്ഥത്തിൽ അതിന്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞില്ലേ, ഇസ്രാ മിറാജിന്റെ സംഭവം നടന്നു, അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പോട്ടേന്ന്. അതുപോലെ തന്നെ ഉള്ള വിഷയങ്ങൾ, മിറാജിന്റെ സംഭവമാവട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ മൂസാ നബിയുടെ വിഷയമാവട്ടെ, ഈസാ നബിയുടെ വിഷയമാവട്ടെ, കറാമത്ത് പറയലാകട്ടെ, മുഅ്ജിസത്ത് പറയലാവട്ടെ, അത് ഉൾക്കൊള്ളാൻ പറ്റണ ഒരു മതി. അല്ലാതെ അങ്ങനെ തുമ്പിയാ തിരിക്കണ മൂക്കുണ്ടെങ്കിൽ ആ മൂക്കണ്ട് പോയിക്കോട്ടെ എന്നല്ലാതെ അതിങ്ങനെ ഒപ്പിച്ചൊക്കെ അവിടെ പറ്റുമോ? ദീന് പഠിക്കുക. ഇവിടെ ആരുടെയും ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കാൻ പറ്റൂല. നമ്മളെ കാലിനൊപ്പിച്ച ചെരുപ്പ് വാങ്ങുക, അതെവിടെ നടക്കുള്ളൂ. നിങ്ങൾക്കനുസരിച്ച് ഇവിടെ ദീന് വെട്ടി മുറിക്കാനൊന്നും പറ്റൂല. എന്നിട്ട് പറയുന്നത് എന്താ, ഇങ്ങനെയുള്ള നിരീശ്വരവാദിയാ. ഇപ്പൊ എന്താ ഉണ്ടായത്? നിങ്ങൾ തൊട്ടതാരെന്നറിയോ? നിങ്ങൾ തൊട്ടത് മടവൂര് ശൈഖുനയാണ്. ആ ശൈഖുനായുടെ കദമിൽ ഇന്നും ഹയാത്തിലിരിക്കുന്ന അസ്ഹാബുൽ വഖ്തുകളായ മശായിഖന്മാരെ, ഇതെന്താ റോസ്റ്റുകൾ ഇതുകൊണ്ട് മതിയാവൂലത്, ഇതെനിക്ക് അത്ര സുഖം ഉണ്ടാവില്ല. ഇത് തൊട്ടത് സെന്റർ പോയിന്റിലാ. ഇപ്പൊ നോക്കി എല്ലാ ഭാഗത്തും വരിക. ഞമ്മക്ക് പാര് പറഞ്ഞു പറഞ്ഞില്ല പ്രശ്നമല്ല, നമ്മൾ പറഞ്ഞതിനോട് അഥവാ നമ്മളെ മശായിഖന്മാര് പറയാൻ നമ്മളോട് നിർദ്ദേശിച്ച് നമ്മൾ പറഞ്ഞതിനോട് യോജിച്ച് പറയുന്ന ആളുകൾ, അതിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. അൽഹംദുലില്ലാ. അങ്ങനെ ഒരു മൊയ്ലിയേര് വന്നത് കേട്ടോക്കി നിങ്ങൾ. നമ്മക്കറിയില്ല മൂപ്പരാരാന്നൊന്നും, പക്ഷെ പറയുന്ന വിഷയം നമ്മൾ പറഞ്ഞ വിഷയത്തോട് യോജിച്ചു വരുന്നതാ. കേട്ടോ. അതുപോലെ തന്നെ സ്വലാത്തുകളെയും ദിക്റുകളെയും ബിർ 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 എന്ന് പറഞ്ഞിട്ട് ദിക്ർ ചൊല്ലുന്നു എന്ന് പറഞ്ഞ നൗഷാദ് ബാഖവിയുടെ ഒരു സ്റ്റേജിൽ പോയി നിങ്ങൾ പ്രസംഗിച്ചു അല്ലേ? നിങ്ങൾ ആരെയാണ് സത്യത്തിൽ ആക്ഷേപിക്കാൻ വളം വെച്ചു കൊടുക്കുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദം ഉണ്ടാകാനുള്ള വഴികളിൽ ഒന്നാണ് നിങ്ങൾ. കാരണം നിങ്ങൾ തന്നെ ഈ സമുദായത്തിന് പരസ്യമായിട്ട് പെറ്റി ചീന്താനുള്ള അവസരങ്ങൾ കൊടുത്ത് നിരീശ്വരവാദികൾക്ക് വടികൊടുത്ത ആളുകൾപ്പെട്ട ഒരാളാണ് അൻസാരി സൂരി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ വേഷം മാറ്റിയിട്ട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിരീശ്വരവാദി ആരാ നിരീശ്വരവാദത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് മശായിഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കളിക്കരുത്. അത് കളിച്ചങ്ങൾ ആട്ടപ്പടലം മുഞ്ചും, ഉറപ്പ്. ഒരു സുഖം ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഇത് മറ്റുള്ളവരെ കളിയാക്കണ മാതിരിയല്ല. മശായിഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നാൽ ഇപ്പൊ എങ്ങനെയുണ്ട്? പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഇവൻ വഹാബി റിക്രൂട്ട്മെന്റ് ആണ്. വഹാബീസത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊടുപ്പുകാരനാണ് ഈ യൂട്യൂബ് മൗലവി. ഇത് നമ്മൾ വെറുതെ വ്യക്തിവിരോധത്തിന്റെ പേരിൽ പറഞ്ഞതല്ല, വസ്തുതാപരമായി പറഞ്ഞതാണ്. അൽഹംദുലില്ലാ. നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, കാലം കനിഞ്ഞരുളിയ, കാലം കാതോർത്തുന്ന, കാലം കരുതി വെച്ച അഹ്ലുസുന്നയുടെ ആധികാരിക ശബ്ദം ഈ കാലഘട്ടത്തിലെ മശായിഖന്മാരുടെ വളർത്തുമോൻ വന്യരായ അഹ്സനി ഉസ്താദിന്റെ ആദർശ ശബ്ദം ഇൻഷാ അല്ലാഹ് കുന്നമംഗലത്ത് വീണ്ടും മുഴങ്ങാനിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താ? ഇവൻ വഹാബീസത്തിലേക്ക് ആളെ കൂട്ടിക്കൊടുപ്പുകാരനാണ് എന്ന് നമ്മൾ ഇവനോടുള്ള വ്യക്തിവിരോധം കൊണ്ട് പറഞ്ഞതല്ല, വസ്തുതാപരമായി പറഞ്ഞതാണ്. ഇപ്പൊ നിരീശ്വരവാദത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നവനാരാ? ഇവനാണ്. ആളുകൾ വിലയിരുത്തുന്നുണ്ട്. ആൾക്കാരെന്താ പറയണത്? ആ വേഷം മാറ്റിച്ചിട്ട പണിക്ക് നിൽക്ക്. ഇനിയോ വഹാബീസത്തിലേക്ക് ഇവൻ കൂട്ടിക്കൊണ്ടുപോകുന്ന രംഗം കണ്ടു നോക്കൂ നിങ്ങൾ. ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ നാഗൂർ സിയാറത്ത് കഴിഞ്ഞ് വരുമ്പോൾ എന്നെ ഫോൺ ചെയ്തു. നിങ്ങൾ ഫോൺ ചെയ്ത് നിങ്ങളുടെ ഫോണിൽ നിന്നല്ല, നിങ്ങളുടെ കൂടെയുള്ള ഒരാളുടെ പേരാ പറഞ്ഞ, വേറൊരു സൂരി. ആ സൂരിയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. അതൊക്കെ ഞാൻ റെക്കോർഡാണ് കേട്ടോ. അപ്പൊ ആ സംസാരത്തിൽ നിങ്ങൾ എന്നോട് പറഞ്ഞൊരു വാചകം ഇപ്പോഴും എൻ്റെ മൊബൈലിലുണ്ട്. എന്താണെന്നറിയോ? ഖബറുകളിൽ ഔലിയാക്കളുടെ ഖബറുകളുടെ അകത്ത് കിടക്കുന്ന ഔലിയാക്കൾ ആണ് എന്നതിന് എന്താണ് തെളിവെന്ന് എന്നോട് ചോദിച്ചു അല്ലേ? അപ്പോൾ ഖബറിനകത്ത് ഔലിയാക്കൾ ഉണ്ട് എന്നതിന് എന്താണ് തെളിവെന്ന് പോലും ചോദിക്കണമെങ്കിൽ
നിങ്ങൾ ഒന്നുകിൽ വഹാബികളുടെ അച്ചാരം പറ്റിയ ആളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അപ്പോഴും നിങ്ങൾ AP ഉസ്താദിന്റെ കൂടെ നിന്നുകൊണ്ടാണ് വഹാബി പാളയത്തിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വഹാബീസത്തിലേക്ക് കൂട്ടിക്കൊടുപ്പ് നടത്തുന്നവനാണ് ഇയാൾ. നാഗൂര് സിയാറത്ത് കഴിഞ്ഞ് വരുമ്പോ ഈ പ്രസംഗിച്ച ഉസ്താദിന് ഇവൻ മറ്റൊരു സുഹരിയുടെ ഫോണിൽ നിന്ന് വിളിക്കുകയായിരുന്നു അത്രേ. ആ ഉസ്താദിന്റെ കയ്യിൽ അതിന്റെ ക്ലിപ്പുണ്ട് എന്നാ പറയുന്നത്. എന്താ? നാഗൂര് ആരാടോ നാഗൂരാണ്ടവർ, ആരാണവർ? ഖുത്ബുൽ മജീദ്, മഹാനരായ സുൽത്താനുൽ ഔലിയാ മീറാൻ അബ്ദുൽ ഖാദിർ ഷാഹുൽ ഹമീദ് മീറാൻ അബ്ദുൽ ഖാദിർ നാഹൂരി ഖദ്ദസല്ലാഹു സിറാ, ഔലിയാക്കളുടെ കുലപതി. ആ പരിശുദ്ധമായ നാഗൂര് ഷെരീഫിൽ പോയി സിയാറത്ത് കഴിഞ്ഞു വരുന്ന ഉസ്താദിനോട് ചോദിക്കാത്രേ, ആ മക്ബറയിൽ കിടക്കണത് ഔലി തന്നെ എന്നുള്ളതിന് എന്താ ഉറപ്പ് എന്ന്. ഇവൻ വഹാബി കൂട്ടിക്കൊടുപ്പുകാരൻ അല്ലെങ്കിൽ പിന്നെ ആരാ വഹാബി കൂട്ടിക്കൊടുപ്പുകാരൻ? നിങ്ങൾ ആലോചിക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇത് നമ്മൾ പറയുമ്പോ പറയുന്നത് എന്താ? നമ്മള് ഉസ്താദുമാരെ തെറി പറയാണെന്നാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കുക. അവൻ പറയട്ടെ, അത് ആർക്കും വേദനയില്ല. വേദന എന്താണ്? സുഹരി അങ്ങോട്ട് മാറുക എന്നുള്ളതാണ്. സുഹരിയുടെ വിഷയത്തിൽ ആരും തീ കായണ്ട, ആരും വെയിലും കൊള്ളണ്ട, മഴയും കൊള്ളണ്ട. ഇതൊക്കെയല്ലേ ഇത് ജനങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഉസ്താദുമാരെ. അതായത് ഈ ഉസ്താദുമാരെ രംഗത്ത് വന്നപ്പോ പറയണേ, ഇങ്ങനൊന്നും പ്രശ്നമുള്ളതിന് ആർക്കും കുഴപ്പമില്ല, പിന്നെ സുഹരി വഹാബീസത്തിലേക്ക് പോകണോണ്ട എല്ലാവർക്കും പ്രശ്നം. എന്താ ഉസ്താദുമാരെ ഇതിനെതിരെ നിങ്ങൾ ആരൊന്നും ഉണ്ടാത്തതെന്ന്? ആരോട്? ഇവന്റെ കൂട്ടത്തിൽപ്പെട്ട ഉസ്താദുമാരോട് ഇവൻ പറയാ. എന്നിട്ട് ഇവന്റെ ആരോപണം എന്താ? നമ്മൾ 1.5 മണിക്കൂർ തെറി പറയാണ്. മശായിഖന്മാരെ വിഷയത്തിനെതിരെ തോന്നിവാസം പറയുമ്പോ ഞങ്ങളതിനെ പ്രാമാണികമായി പ്രതികരിക്കുമ്പോ അത് നിങ്ങളിടുന്ന പേര് തെറി അല്ലേ? അതുകൊണ്ടൊന്നും ഞങ്ങളതിന് പിന്തിരിപ്പിക്കാൻ പറ്റൂല. മനസ്സിലാക്കിക്കോണേ. ഓൻ പറയണേക്ക് നിങ്ങൾ 1.5 മണിക്കൂർ തെറി പറയാ, അതിന് ഞങ്ങൾ 4 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്, ഇത് പ്രശ്നമല്ലാന്ന്. അത് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഇത് ആദ്യം കേൾക്ക്. 1.5 മണിക്കൂർ പച്ച തെറി വിളിക്കുമ്പം 4 മിനിറ്റ് കൊണ്ട് നമ്മളത് 10 ലക്ഷം ആളുകളിലേക്ക്, 4 മണിക്കൂർ 5 മണിക്കൂർ 10 ലക്ഷം ആളുകളിലേക്ക് 4 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തിച്ചു കൊടുക്കും. അതല്ലേ വേണ്ടതെന്ന്. 1.5 മണിക്കൂർ നമ്മൾ മശായിഖന്മാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുമ്പോ ഓനേന് പറയണ പേര് തെറീന. നദി മുജാഹിദീങ്ങൾ എന്ത് പറഞ്ഞാലും പ്രാർത്ഥന എന്നറിയാലോ. എന്നതുപോലെ ഓനേനിട്ട പേര് തെറീന. ഓരോരുത്തർക്കും ഓരോന്നിനോടല്ല ഇഷ്ടം ഉണ്ടാവുക. അപ്പൊ ആ രൂപത്തിൽ പറയുമ്പോ നിങ്ങൾ 1.5 മണിക്കൂർ ആ വിഷയം പറയുമ്പോൾ ഞങ്ങൾ 4 മിനിറ്റ് കൊണ്ട് അതൊക്കെ കൂടി എന്ത് ചെയ്യാണ്? ആളുകളിലേക്ക് എത്തിക്കുക. അത് പോരേന്ന്. അതും ആ ഉസ്താദ് തന്നെ പറയുന്നുണ്ട്. എന്ത്? അതാ പറഞ്ഞ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ മുള്ളെടുക്കുമ്പോ മുള്ളുത്തിയ മുള്ളോണ്ടെടുക്കുമ്പോ സൈഡ് എഫക്ട് കുറയല്ലോ, വെച്ചു കൊടുക്ക്. അങ്ങനത്തെ ആൾക്കാർക്ക് ഇബിലീസിന്റെ ബിന്ദു നന്നായിട്ട് ഉണ്ടാവുന്ന മൂപ്പര് പറയണത് വെച്ചു കൊടുക്ക്. സോഷ്യൽ മീഡിയയിലൂടെ റീച്ചും ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ കിട്ടാൻ വേണ്ടി നാം സോഷ്യൽ മീഡിയ കാണുന്നവരാണ്. അത് തുറന്ന് നോക്കുന്നവർക്കെല്ലാം അറിയാം, പല കണ്ടന്റുകൾ ഇട്ടിട്ടാണ് ആളുകൾ ഇങ്ങനെ കയറി പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ കളിയാക്കുന്നതിനും ആക്ഷേപിക്കുന്നതിനും ചീത്ത വിളിക്കുന്നതിനും കുറ്റം പറയുന്നതിനും അതുപോലെ മറ്റുള്ളവൻ്റെ കുറ്റവും കുറവും ചെറുപ്പവും വലുപ്പവും നോക്കാതെ ആളിൻ്റെ പ്രായം നോക്കാതെ ചിരിപ്പിക്കുന്ന കണ്ടന്റുകളും അതുപോലെ പിന്നെ വസ്ത്രാക്ഷേപങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് കൂടുതൽ എന്താണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സപ്പോർട്ടും അവർക്കാണ് കൂടുതൽ റീച്ചും എന്നൊക്കെ നമുക്ക് കാണാം. അവർക്ക് ബാഡ് കമൻറ്റുകൾ കുറവായിരിക്കും. കാരണം എപ്പോഴും ഈ ശൈത്താൻ ഇഷ്ടപ്പെടുന്ന ഇബ്ലീസ് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾക്ക് സപ്പോർട്ട് കൂടുതലായിരിക്കും. ഇതൊരു ബേസിക് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ അതിനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ പണ്ഡിതന്മാരുടെ വേഷം ഉപയോഗിക്കരുത്. അപ്പോൾ അൻസാരി സുഹരി എന്ന് പറയുന്ന അദ്ദേഹം ആദ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. കുറേ നല്ല കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് കണ്ടിട്ടുണ്ട്. പക്ഷേ കാലക്രമേണ അദ്ദേഹം കളിയാക്കുന്ന സ്വഭാവത്തിലേക്ക് എത്തി. ഏതൊരു വിഷയം എടുത്തിട്ട് ഒരു കളിയാക്കൽ നിർബന്ധമായിരിക്കും. അതായത് അവസാനം ഒരു കളിയാക്കി ചിരിക്കുന്ന ഒരു പരിപാടി. അത് ഇസ്ലാം മതം പഠിച്ച എല്ലാവർക്കും അറിയാം. ഇൽഹാക്ക് മല്ലഹിക്ക ലൊഹിക്ക എന്നാണ്. ഈ ഒരാളെയും ആക്ഷേപിക്കാനോ കളിയാക്കാനോ പാടില്ല. പക്ഷെ അത് അദ്ദേഹം ഒന്നുകിൽ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റീച്ച് കൂട്ടാൻ വേണ്ടി പഠിച്ചതിനെ മൂടി വെച്ചു. രണ്ടാലൊന്നാണ്. പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ അദ്ദേഹം അത് തിരുത്തണം. അല്ല അഹങ്കാരത്തോടു കൂടിയാണെങ്കിൽ അതിന് നമുക്കതിനുള്ള മറുപടി ഇല്ലാതെ റബ്ബും അദ്ദേഹം തമ്മിലാണ്. അപ്പോൾ പക്ഷെ അത് ആ വേഷം മാറ്റണം. ആ തലയെക്കെട്ടും അതൊക്കെ മാറ്റിയിട്ട് സാധാരണ ചിലപ്പോഴൊക്കെ ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് ബന്നിട്ട് അത് ഓക്കെ, അത് കളിയാക്കുന്നതിന് നല്ല ഡ്രസ്സാണ്. പക്ഷെ ഇത് മാറ്റണം. പിന്നെ കണ്ടോങ്ങള് ആ മീൻ പൊരിക്കാൻ പോയ രംഗമുണ്ടല്ലോ,
അതൊക്കെ ഇട്ടിട്ട് ചെയ്താൽ മതിയെന്ന്. എങ്ങനെയുണ്ട്? ഇതൊക്കെ നിങ്ങളെ നിരന്ന് വാങ്ങിയതാ. എങ്ങനെയുണ്ട്? അപ്പൊ ഈ രൂപത്തില് അതിങ്ങനെ 4 മിനിറ്റ് കൊണ്ട് എല്ലായിടത്തും എത്തും. അത് പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. അതിപ്പോ അല്ലെങ്കിലും അറിയോ, ഇപ്പോ 4 കാലും 1 വാലും ഉള്ള യഥാർത്ഥത്തിലുള്ള നായ, ചീത്തറല്ല കേട്ടോ, ഒരു ജീവിയുടെ പേര് പറഞ്ഞാണ്. ആ നായ ഇങ്ങനെ റോട്ടുമ്മൽ കൂടെ പോവാ. അതിങ്ങനെ ഓട്ടോറിക്ഷ നന്നാക്കാൻ നിർത്തിയ മാതിരി കാലും പൊന്തിച്ച് സ്പ്രേ ചെയ്തിട്ട് ഇവിടുന്ന് പോയി. ഇവിടുന്ന് ഇപ്പോൾ ഒറ്റ പോക്കണ്ട് പോയി കുന്നമംഗലം അങ്ങാടിയിൽ നിന്ന്. അതൊരു 4 മിനിറ്റ് കൊണ്ട് എത്രയോ കിലോമീറ്റർ മൊത്തം സ്പ്രേ ചെയ്തിട്ട് ഉപ്പര് പോവും. നശിപ്പിക്കാവ് മതിയല്ലോ, സ്ഥലം കേടെടുത്താൻ നജസാക്കാവ് മതി. ഇനിയിപ്പോൾ നമ്മൾ നന്നാക്കാൻ പോകണമെങ്കിലോ 4 മിനിറ്റ് മതിയോ? അത് പോരാ. നമ്മളൊരു 7 ബക്കറ്റ് വെള്ളം, അതിലൊരു മണ്ണ് കലക്കിയ വെള്ളം, എന്നിട്ട് ഇങ്ങനെ നട അതിങ്ങനെ വൃത്തിയാക്കി വരുമ്പോഴത്തിനോ 1.5 മണിക്കൂർ വരൂലേ? ഉറപ്പല്ലേ? അപ്പൊ അത് നശിപ്പിക്കല് മറ്റേ ശുനകന്റെ പരിപാടിക്ക് 4 മിനിറ്റ് മതി. അത് ശുദ്ധീകരിക്കണമെങ്കിലോ 1.5 മണിക്കൂറൊക്കെ വേണ്ടി വരും. അത് പിശാചിന് ഇഷ്ടമുള്ള പരിപാടി, സ്പ്രേ ചെയ്യിട്ടുണ്ട് വിടലേ ആ പരിപാടി. അപ്പൊ അതുകൊണ്ട് അതങ്ങോട്ട് നിർത്തിക്കോ. പിന്നെ നമ്മളെ പറ്റി മൂപ്പര് പറഞ്ഞ എന്താ, നമ്മൾ 1.5 മണിക്കൂർ തെറി പറയാണ്. എന്നാ പിന്നെ മൂപ്പര വചനാമൃത സുധ നമ്മളൊന്ന് കേൾക്കുക, വെച്ചോടുക്ക്. ഇപ്പൊ ഇറങ്ങിയതാ. അതിന് പകരം ഈ കള്ള ഹൈവാന്മാരുടെയൊക്കെ പിന്നാലെ പോയി നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കളയുന്നൊരവസ്ഥ. എന്താലേ വചനാമൃത സുധ, പ്രബോധന ശൈലിയായി. എന്താണ് 1.5 മണിക്കൂർ? എടോ, ഞങ്ങൾ ഇങ്ങനത്തെ വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അങ്ങോട്ട് പറയണ്ടേന്ന്. എന്നിട്ടോ ഇത് സംഭവം എന്താ അറിയോ, ഇത് സംഭവം പിടുത്തം വിട്ടു. എന്നിട്ട് ഓൻ തന്നെ സ്വയം ഇങ്ങനെ ചോദിക്കാണ്, എന്താണ് ഈ പരിഹസിക്കലും ഈ വെറുപ്പും ഈ പരിഹാസം അല്ലാണ്ട് എന്താപ്പ നമ്മൾ ഉണ്ടാക്കിയത്? ഓൻ തന്നെ ഓന്റെ സ്വന്തത്തോട് ചോദിക്കണ മാതിരിണ്ട്. വെച്ചോടുത്ത് നമ്മൾ ഇക്കാലം അത്രയും ജീവിച്ചിട്ട് ഏത് മനുഷ്യൻ ഇസ്ലാം സമൂഹത്തിന് മുമ്പിൽ വെറുപ്പാക്കാനല്ലാതെ അല്ലെങ്കിൽ ഒരു പരിഹാസ കഥാപാത്രമാക്കാനല്ലാതെ നമ്മളെ കൊണ്ടൊക്കെ ദീൻ എന്ത് ഗുണമുണ്ടായത്? അള്ളാഹുവിന്റെ ദീൻ എന്ത് ഹൈറ നമ്മളെ കൊണ്ടൊക്കെ ഉണ്ടായത്? നമ്മൾ ചിന്തിക്കണ്ടേ? ഒരു ഹൈറും ഉണ്ടായിട്ടില്ല മുത്തുമണി. അതല്ലേ നിങ്ങൾ പറയണേ. നിങ്ങൾ നന്നാവ്, ഹൈറിന്റെ വഴിയിലേക്ക് വായോ. ഈ മഹാന്മാരായ മശായിഖന്മാരെ ആദരിച്ച് കായും കാലും മുത്തുനെതിരെ ഈ തോന്നിവാസം പറഞ്ഞിട്ട് ഈ ജനങ്ങളെ ഈമാൻ നശിപ്പിക്കല്ല. അതുപോലെ തന്നെ ഷാദുലി റാത്തീബിലെ ദിക്റിനെയും റക്സിനെയും കളിയാക്കല്ല. ദിക്റി എല്ലുന്നതിനെ പിറുപിറു എന്ന് പറഞ്ഞിട്ട് വഹാബി കേണി വെച്ചു കൊടുക്കല്ല. നിരീശ്വരവാദത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകല്ല. ഈ നന്നാവണമെന്നാ ഞങ്ങൾ പറയണത്. അത് പറയുമ്പോ എന്റെ ശൈലി എന്താ, ഈ പറയണത് കേൾക്കരുത്. കാരണം എന്താ, മറ്റാൾക്ക് പറ്റൂലല്ലോ, ശൈത്താൻക്ക് നല്ലത് പറ്റൂലല്ലോ, ശൈത്താൻക്ക് നല്ലത് പറ്റൂല. അപ്പൊ മൂപ്പർക്ക് പ്രബോധകരോടുള്ള വലിയൊരു സന്ദേശം ഉണ്ട്. ആ സന്ദേശം കേട്ടിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ആ സന്ദേശം ഒന്ന് കേട്ടോട്ടെ, വെച്ചോടുക്ക്. പ്രിയപ്പെട്ട എന്റെ പ്രബോധകരോട് എനിക്ക് പറയാനുള്ളത്, ഇനി അങ്ങോട്ട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ദൈവത്വം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ സേവനം എന്ന് പറഞ്ഞാൽ ഈ 3 എണ്ണത്തിനെ നമ്മൾ കേൾക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മറുപടി പറയാനെങ്കിലും ഇവരുടെ ക്ലിപ്പിടുന്ന സമയത്തെങ്കിലും എന്ത് വരവിലാ വന്നത്? ഇങ്ങനെ മൂക്കിൽ വലിച്ചേറ്റും, ഞങ്ങൾ അങ്ങുണ്ടാക്കും ഇങ്ങുണ്ടാക്കും, എന്തൊക്കെ പറഞ്ഞിട്ടാ വന്നത്? അത് ഓർമ്മല്ലേ മൂപ്പർക്ക്? അതൊന്ന് കേട്ട് ആദ്യം പറഞ്ഞത് വെച്ചു കൊടുക്കാം. നീയൊക്കെ പറഞ്ഞു നോക്ക്, നീയൊക്കെ നമ്മളെന്ന് പറഞ്ഞു നോക്ക്. ചീരമുളക് അറിയാം, ചീരമുളക്, അതിന്റെ അതേ റിയാക്ഷൻ ആയിരിക്കും. നീ പറ, എങ്ങനെയുണ്ട്? ചീനമുളകിന്റെ റിയാക്ഷൻ ആയിരിക്കും. നമ്മളൊന്ന് പറഞ്ഞു നോക്ക്. എന്ത് പറ്റി മാണിക്കല്ലേ? ഇപ്പൊ ഊക്കുപോയോ? ഇപ്പൊ എന്തേ സംഭവിച്ചേ? ഇതാ പറഞ്ഞ, കിട്ടണ്ടത് കിട്ടുമ്പോ തോന്നണ്ടത് തോന്നും. നന്നാവണയും നമുക്ക് അത്രേ ആഗ്രഹമുള്ളൂ. ഗുണകാംക്ഷ നസീഹത്ത് എന്ന നിലക്ക് പറയുന്നു, നന്നാവാൻ ശ്രമിക്കുക. ഈ നിരീശ്വരവാദത്തിലേക്ക്, ഈ വഹാബീസത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊടുക്കുന്ന ഏർപ്പാട് നിർത്ത്. അതിപ്പോ ഞങ്ങളെ 3 ആളെ പ്രസംഗം കേൾക്കരുത്. എന്താ നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നു? എനിക്ക് 10 ലക്ഷം ആൾക്കാരൊക്കെ 4 മിനിറ്റ് കൊണ്ട് എത്തിക്കണല്ലേ, പിന്നെ എന്തിനാണോ ഞങ്ങൾ അങ്ങനെ ഭയപ്പെടുന്നത്? തന്നെക്കാളും വലിയ തമ്പുരാക്കന്മാരാദ്യം പറഞ്ഞതാ. ആദ്യത് പറഞ്ഞതാരാ? ഇവന്റെ വലിയ മുത്താപ്പ ആരാ? മുജാഹിദ് ബാലുശ്ശേരി. ബാലുശ്ശേരി പറഞ്ഞില്ലേ, പടച്ചോനെ ജനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? മൂർക്കമ്പാമ്പിനെയും നൗഷാദ് അഹ്സനിയെയും കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മൂർക്കമ്പാമ്പിനെ അത് പ്രശ്നമാക്കണ്ട, പക്ഷെ അഹ്സന്റെ അടുത്ത് നോടിക്കോളേ. കാരണം നിങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങളെ ഉസ്താദുമാരുടെ ശബ്ദങ്ങൾ, നിങ്ങൾ കേൾക്കുന്ന പ്രഹരം മൂർക്കമ്പാമ്പിനേക്കാൾ കടുത്തതാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശങ്ങൾക്ക് തൽക്കാലം ഇറങ്ങൂല, അത് നിങ്ങളെയും കൊണ്ടേ പോകൂ. മനസ്സിലായില്ലേ? ഇതാദ്യം പറഞ്ഞ എന്റെ വലിയ നേതാവ് ബാലുശ്ശേരിയാ. പിന്നെ AP സമസ്തയിലെ കുറെ പേരോട്ടീസം ബാധിച്ച ആൾക്കാരൊക്കെ ക്യാമ്പ് നടത്തിയിട്ട് പറഞ്ഞു,
ആ മൂന്നാൾക്കാരെ പ്രസംഗം കേൾക്കണ്ട. ഇപ്പൊ അവർക്ക് ചാവേറായിട്ട് വന്ന ഇയും അവസാനം ഇതാ ആയുധം വെച്ച് കീഴടങ്ങുന്നു. ഇനി അവരെ ശബ്ദം കേൾക്കണ്ട. ഞങ്ങളെ ശബ്ദം കേൾക്കണോ കേൾക്കണ്ടേ അത് തീരുമാനിക്കുന്നത് നീയല്ല, നിന്റെ സിൽബന്ധികളല്ല, AP സമസ്തയിലെ ഇത്തരം വഹാബി സംവാദിച്ച ആളുകളല്ല. അവരുടെ അജണ്ട നിശ്ചയിക്കുന്ന സുഹരിയെ പോലെയുള്ള മദനിയെ പോലെയുള്ള ഇപ്പോൾ പുതുതായി ഇന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന കുറ്റിക്കാട്ടുകാരനെ പോലെയുള്ള ഏതെങ്കിലും വാറോലകളും വായാടികളുമല്ല. അത് തീരുമാനിക്കേണ്ടവർ തീരുമാനിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ എന്തു പറയണം, നിങ്ങൾ ആരുടെ പ്രസംഗം കേൾക്കണം എന്ന് തീരുമാനിക്കാൻ ഇവിടെ ആളുകൾ വേറെയുണ്ട്. അത് മറക്കണ്ട. അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് നിൽക്കരുത്. ഇറങ്ങുമ്പോ ഒരുങ്ങി ഇറങ്ങണം. എല്ലാരോടും കളിക്കണ കോഞ്ഞായിത്തരായിട്ട് മശായിഖന്മാരെ മക്കളോട് കളിക്കാൻ വന്നാൽ കാലം സാക്ഷി, ചരിത്രം സാക്ഷി. മടവൂർ ശൈഖുനെ പഠിപ്പിച്ച, വടകര നൂറ് പഠിപ്പിച്ച അസ്ഹാബുൽ വക്തുകളായ മശായിഖന്മാര് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹക്കായ ദീനിന് വേണ്ടി അതിശക്തമായ രൂപത്തിൽ ഞങ്ങളെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഞങ്ങളെ മശായിഖന്മാരുടെ മദതിൽ, അവരെ നിർദ്ദേശത്തിൽ നിങ്ങളുടെ ഈ വഹാബീസത്തിനെതിരെ ഞങ്ങളുടെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നോർമ്മപ്പെടുത്തി. അത് നിങ്ങൾക്ക് സഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കി ഒതുങ്ങിയിരിക്കാം. ഈ വഴിക്ക് കയറി കളിക്കണ്ട.